സെബി ചെയർപേഴ്സൺ മാധവി ബൂച്ചിനെ വെല്ലുവിളിച്ച ഹിൻഡൻബർഗ് മാധവി ബൂച്ചിൻ്റെയും ഭർത്താവിൻ്റെയും കൺസൾട്ടൻസി സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിടണം എന്നാണ് അവരുടെ ആവശ്യം. സെബി ചെയർപേഴ്സൺ സുതാര്യമായ പൊതു അന്വേഷണത്തെ നേരിടാൻ തയ്യാറാകുമോ എന്നും ഹിൻഡൻബർഗ് ചോദ്യമുന്നയിച്ചു. ആർ രാധാകൃഷ്ണൻ ഈ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. മാധവി ബുച്ചിനെയും അവരുടെ ഭർത്താവിനെയും വിടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചാണ് ഹിൻഡൻബർഗ് മുന്നോട്ട് പോകുന്നത്. അവർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഹിൻഡൻബർഗിനെതിരായി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഹിൻഡൻബർഗിന്റെ പുതുതായിട്ടുള്ള ചോദ്യങ്ങൾ. ഹിൻഡൻബർഗ് പറയുന്നത് ഈ വിഷയത്തിൽ തങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു വസ്തുതാവിരുദ്ധമായിട്ടുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടില്ല, മറിച്ച് മാധവി ബുച്ചിനും അവരുടെ ഭർത്താവിനും ഇന്ത്യയിലും സിംഗപ്പൂരിലും ഒക്കെയുള്ള കൺസൾട്ടൻസി സ്ഥാപനങ്ങൾ, ആ സ്ഥാപനം വഴി നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളെല്ലാം പുറത്തുവിടണം എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തത തങ്ങൾ വരുത്താൻ തയ്യാറാണ്. ഈ മാധവി ബുച്ചിനും അവരുടെ ഭർത്താവും വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങളുടെ മേധാവികൾ എന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അതും നിയമവിരുദ്ധമായിട്ടാണ് ആ പ്രവർത്തനം നടന്നു വന്നത്. ഈ സാഹചര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു അന്വേഷണം നേരിടാൻ, പൊതു അന്വേഷണം നേരിടാൻ അവർ തയ്യാറാണോ എന്നതും ഹിൻഡൻബർഗിന്റെ ചോദ്യമായിട്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ് എന്നാണ് മാധവി ബുച്ച് ഈ വിഷയത്തിൽ ഈ ആക്ഷേപങ്ങൾ ഹിൻഡൻബർഗ് ഉയർത്തിയപ്പോൾ പറഞ്ഞിരിക്കുന്ന മറുപടി. ആ നിലപാടിനെ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ ഹിൻഡൻബർഗിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഈ ചോദ്യങ്ങൾ. ഹിൻഡൻബർഗ് ഒരു ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമാണ് എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അവർ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ നിന്നൊക്കെ മുഖം തിരിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഈ മാധവി ബുച്ചിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. പക്ഷെ അതൊന്നും കൊണ്ട് തങ്ങൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ഇല്ലാതാകില്ല എന്നതുകൂടിയാണ് ഹിൻഡൻബർഗ് വ്യക്തമാക്കുന്നത്. നിയമ നടപടി സ്വീകരിച്ചാലും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കും എന്നതും ഇപ്പോൾ ഈ ഹിൻഡൻബർഗ് പുറത്ത് വിട്ടിരിക്കുന്ന അഥവാ എക്സിൽ കുറിച്ചിരിക്കുന്ന ഈ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നു. താങ്ക് യു, ആർ രാധാകൃഷ്ണൻ.